ഒരു കിളിയല്ലേ അവിടെ നിൽക്കുന്നത്? ആ കിളിയെ ഞാനിങ്ങ് പറിച്ചു തിന്നാലോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും വിചാരിക്കും ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ലാപ്പ് വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വേണം, അങ്ങനെ എന്താ പറയുക ഒരു വലിയ സ്ക്രീന്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ എഡിറ്റ് ചെയ്യാൻ ഒരു സാധാരണ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടത് വെച്ചാൽ, ഞാൻ എന്താ പറയുക ഡിജൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല, ഒരു സൈറ്റിൽ കയറിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഗൂഗിളിലേക്ക് പോവാം. ഗൂഗിളിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഞാൻ പറഞ്ഞ മറ്റേ digen.ai എന്നടിക്കുക. കാരണം അപ്പോൾ digen.ai എന്നടിക്കുമ്പോൾ ഇതേപോലെ ഫസ്റ്റ് തന്നെ മുകളിൽ ഇതുപോലെ വന്ന് നിൽക്കും digen.ai എന്നുള്ള സംഭവം. അപ്പോൾ ഫസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷന്, അതായത് അതിൻ്റെ ആ സൈറ്റ് ഓപ്പൺ ആവാണ്. ഇതിൽ മൂന്ന് വീഡിയോ നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. 3 എണ്ണം ഫ്രീ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബാക്കിയുള്ളത് നമ്മൾ എമൗണ്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇതാ വരുന്നുണ്ടോ ഈ കാണുന്ന, നമുക്ക് ഫസ്റ്റ് നമ്മളിതിൽ നമ്മുടെ അക്കൗണ്ട് സൈൻ ചെയ്യണം. അതായത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ ഗൂഗിൾ അക്കൗണ്ട് ഇതിൽ സൈൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇമെയിൽ ID യും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ഇതുപോലെ ഇതാക്കി കൊടുക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മുകളിൽ ഒരുപാട് ബട്ടൺ, ഇത് എന്താ പറയുക ബാഡ്ജിങ് പോലെ ഒരുപാട് സംഭവങ്ങൾ കാണിക്കും. അതിൽ ആപ്ലിക്കേഷൻ്റെ ഉണ്ട്, രണ്ടാമത്തത് ഒരു റൗണ്ടിൽ പ്ലേ എന്നുള്ളതുണ്ട്, അതായത് വീഡിയോ പ്ലേ ചെയ്യിക്കാനുള്ളതുണ്ട്, ഒരു ഇമേജിൻ്റെ ഒരു ഇത് കാണാം. അതിൽ നമ്മൾ ഇമേജിൽ നിൽക്കിയാൽ മതി. ഇമേജിൽ നിൽക്കുമ്പോൾ ഇതുപോലെ ഡയറക്റ്റ് പോയിട്ട് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇത് കാണും. അതിൽ നമ്മൾ AIൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ, ഈ ബനാന കഴിഞ്ഞിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അതായത് നമുക്ക് ഇതിലേക്ക് പോവാം. 1 മിനിറ്റ്. ഇതേപോലെ ഇങ്ങനെ സിമ്പിൾ കാണാം. അപ്പോൾ അതിലൊരു മറ്റേ എന്താ പറയുക AIയുടെ ഒരു സംഭവം വരും. AIയുടെ സിമ്പിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ബനാന കഴിഞ്ഞ് അതിൻ്റെ അടുത്തത്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇത് കംപ്ലീറ്റ്, അതായത് നിങ്ങളുടെ അക്കൗണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഇതാക്കേണ്ടത്. അതിന് ശേഷം ഇതിലിങ്ങനെ കാണാം, എന്താ പറയുക അൺലിമിറ്റഡ് വ്യൂ എന്ന് കാണാം. അൺലിമിറ്റഡ് വ്യൂ എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വിടാനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പറഞ്ഞത്. പക്ഷേ 3 എണ്ണം കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അവരെന്നെ ഇതിൽ എന്താ പറയുക അതിൻ്റെ മെസ്സേജ് വരും, ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എമൗണ്ട് പേ ചെയ്യണമെന്ന് പറയും. അപ്പോൾ ടൈപ്പ് യുവർ ഐഡിയാസ് ഹിയർ എന്നുള്ള ഇത് കണ്ടില്ലേ, അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതുപോലെ ഇതാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ആയിരുന്നു വീണ്ടും ഞാൻ എടുക്കില്ല. ഓക്കെ, അപ്പം ഇവിടെ ടൈപ്പ് യുവർ ഐഡിയാസ് ഹിയർ എന്നുള്ളിടത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഐഡിയ, അതായത് നിങ്ങൾക്ക് എങ്ങനെ, അതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുവരെ കണ്ടില്ലേ 9-16, അതുപോലെ തന്നെ 9-16 ഉണ്ട്, അതുപോലെ തന്നെ 16-9 ഉണ്ട്. ഈ 16-9 വീഡിയോ ആയിട്ട്, നമ്മൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോ ഇല്ലേ, അതുപോലെ വീഡിയോ ആയിട്ട് വരുത്ത് 16-9. 9-16 എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനുള്ള, ഇൻസ്റ്റയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് ഇത് നിൽക്കാം, 16-9 നിൽക്കാം. അത് നമ്മൾ വീഡിയോ രൂപത്തിൽ വരും. അതിനുശേഷം നമുക്ക് ഐഡിയ നിൽക്കാം. അങ്ങനെ എന്താ നമ്മുടെ ഇമേജ്, ഞാൻ ഇതിൽ മലയാളം ടൈപ്പ് ചെയ്താൽ മലയാളം ഇവർക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മലയാളത്തിൽ അടിക്കാം. അങ്ങനെ ഞാനിതിൽ അടിക്കുന്നത് വെച്ചാൽ എന്താ പറയുക, ഒരു പൂച്ച പതുങ്ങിയിരുന്ന് ഒരു കിളിയെ പിടിക്കാൻ നോക്കുന്നു. സെറ്റ്. ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇതിപ്പോൾ എൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ
ഡയറക്റ്റ് വീഡിയോ വരും. ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഡയറക്റ്റ് ഒരു വീഡിയോ വരും. ആ വീഡിയോ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ എന്താ പറയുക, അതിൽ വീഡിയോയിൽ ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല, എന്താ പറയുക, ഒരു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് വീഡിയോ മാത്രമായിട്ട് വരുള്ളൂ. അങ്ങനെ വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അങ്ങനെ വന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തത്, ഇപ്പോൾ അതിൽ സൈൻ ചെയ്യുന്നില്ല ഞാൻ, എന്താ പറയുക, ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുക, ആ ഒരു സൗണ്ടോട് കൂടി, അതായത് കിളികളുടെ സൗണ്ട്, ആ പൂച്ച പതുങ്ങിയിരിക്കുന്ന സൗണ്ട്, അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വന്ന വീഡിയോ ആണിത്. ഇനി ഈ വീഡിയോനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ വീഡിയോനെ നമ്മൾ എടുത്തിട്ട് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പാണ് ഞാൻ ഇത് എന്താ പറയുക, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇൻഷോട്ടിൽ പോയിട്ട് ഡയറക്റ്റ് നമ്മൾ ഇൻഷോട്ടിൽ കയറാണ്. എന്താ പറയുക, ഇൻഷോട്ടിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ ഈ ഓഡിയോ, ഫസ്റ്റ് തന്നെ ഓഡിയോ എന്നുള്ളൊരു ഇത് കാണാം നിങ്ങൾക്ക് ഇതാ, നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ഫസ്റ്റ് തന്നെ ഓഡിയോ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഓഡിയോ എന്ന് എഴുതിയ സിമ്പിൾ, മ്യൂസിക്കിൻ്റെ സിമ്പിൾ കാണിച്ച അത് നെക്കി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്, അവിടെ അങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അവിടെ ആ റെക്കോർഡിൻ്റെ രണ്ടാമത്തെ റെക്കോർഡിൻ്റെ ബട്ടൺ ഇല്ലേ, ആ റെക്കോർഡിൻ്റെ ബട്ടൺ നെക്കാം നമ്മൾ. എന്നിട്ട് നമ്മൾ രണ്ട് വാക്ക് അങ്ങോട്ട് പറയാം. ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതുപോലെ വരും. ആദ്യം നമുക്ക് പൂച്ചക്കുള്ള സൗണ്ട് കൊടുക്കാം. പൂച്ചക്കുള്ള സൗണ്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു പൂച്ച, ഒരു സോറി ഒന്നുകൂടി ബാക്ക് പോകട്ടോ. ഒരു കിളിയല്ലേ അവിടെ ഇരിക്കുന്നത്, അവനെ ഞാൻ മൊത്തത്തിൽ പിടിച്ച് പൊളിക്കും ഞാൻ. ഓക്കെ, അത് ഞാൻ കൊടുത്ത്. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത് കൊടുക്കാൻ പോകുന്നത് കിളിക്കാണ് സൗണ്ട് കൊടുക്കാൻ പോകുന്നത്. കിളിക്ക് സൗണ്ട് കൊടുക്കുമ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ, നമ്മൾ തന്നെ ഒന്ന് മിമിക്രിയിലേക്ക് ഇതാക്കിയാൽ മതി. അപ്പം ഞാൻ ഒരു സൗണ്ട്, എക്സ്ട്രാ ഒരു സൗണ്ട് ഞാൻ ഇടാം. ഓക്കെ, അയ്യോ പൂച്ച എന്നെ കടിക്കാൻ വരുന്നേ, ഞാൻ ഓടി രക്ഷപ്പെടട്ടെ. സോറി, സെറ്റ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഇതാക്കാം. ഓക്കെ, അതിന് ശേഷം അങ്ങനെ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഓക്കെ, ഒരു കിളിയല്ലേ അവിടെ നിൽക്കുന്നത്, ആ കിളിയെ ഞാനിങ്ങ് പറിച്ചു തിന്നാലോ. എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയായി ആ വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിളാണ്. എല്ലാവർക്കും ഒരു ആനിമേഷൻ പോലെ ക്രിയേറ്റ് ചെയ്യുക. സിമ്പിൾ എന്ന് വെച്ചാൽ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട്, പുതിയ കൗതുകങ്ങൾ നിറഞ്ഞ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.